Hi everyone, welcome to KTU Classroom by Neenu. Today we will discuss about a sequential binary multiplier. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു കോമ്പിനേഷണൽ ലോജിക് ആരെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഫോർ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അൺസൈൻഡ് ബൈനറി നമ്പേഴ്സ്. രണ്ട് n ബിറ്റ് ബൈനറി നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോമ്പിനേഷണൽ ലോജിക് array was that if you are multiplying large binary numbers, the circuit will be very complex and it will take a lot of space within the processor. Okay, then ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീക്വൻഷ്യൽ ബൈനറി മൾട്ടിപ്ലയർ എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. ദെൻ ദിസ് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് എ സീക്വൻഷ്യൽ മൾട്ടിപ്ലയർ for multiplying two n-bit unsigned binary numbers. By using this circuit, we can multiply two n-bit unsigned binary numbers. Okay, here you can see some registers. Here, this is a n-bit register and it is used for storing the multiplicand. n-bit multiplicand store ചെയ്യുന്ന ഒരു n-bit register ആണ് ഇവിടെ വന്നിട്ടുള്ളത്. Then this is another n-bit register which is used to store the multiplier. നമുക്ക് രണ്ട് n-bit നമ്പേഴ്സിനാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. Then multiplicand will be stored here and the multiplier will be stored in this n-bit register. Okay. Then again ഇവിടെ ഒരു n-bit register കാണാം. This is the register A and initially it will be loaded with zeros. ഇതൊരു n-bit register തന്നെയാണ്. ഇനീഷ്യലി 0 ആയിരിക്കും ഈ ഒരു രജിസ്റ്ററിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ അഗെയിൻ ഹിയർ ദിസ് ഈസ് എ സിംഗിൾ ബിറ്റ് രജിസ്റ്റർ വിച്ച് ഈസ് ദ ക്യാരി രജിസ്റ്റർ. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണിത് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ക്യാരി ഓഫ് ദ അഡീഷൻ. ഓക്കെ, ദെൻ ഹിയർ യു ക്യാൻ സി എ n ബിറ്റ് ആഡർ. ഒരു സിംഗിൾ n ബിറ്റ് ആഡർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഹിയർ ദിസ് ഈസ് ദ n ബിറ്റ് ആഡർ. ദീസ് ആർ ദ ടു n-bit inputs of this n-bit adder. ഈ ഒരു n-bit adder കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് മെയിൻ ആയിട്ട് രണ്ട് ഇൻപുട്ടാണ് വരുന്നത്. രണ്ട് ഇൻപുട്ടും n-bit ഇൻപുട്ട്സ് ആയിരിക്കും. Then this input is arising from the register A and this input is from എ മൾട്ടിപ്ലക്സർ ഔട്ട്പുട്ട്. ഒരു മൾട്ടിപ്ലക്സർ കാണാം. ദിസ് ഈസ് എ 2/1 മൾട്ടിപ്ലക്സർ. അതായത് ഈ ഒരു മൾട്ടിപ്ലക്സറിന് രണ്ട് ഇൻപുട്ട് ലൈൻസ് ഉണ്ടായിരിക്കും, ഒരു കൺട്രോൾ ലൈൻ ഉണ്ടായിരിക്കും. ഈ ഒരു കൺട്രോൾ ലൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ആയിരിക്കും ഈ ഒരു മൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ 0th ഇൻപുട്ട് ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻപുട്ട്. Whenever the control line of the multiplexer is equal to 0, it will pass the 0th input to its output. അതായത് ഈ ഒരു മൾട്ടിപ്ലക്സറിന്റെ കൺട്രോൾ ലൈനിൽ 0 ആണ് വരുന്നതെങ്കിൽ ഈ ഒരു 0th ഇൻപുട്ട് ആയിരിക്കും മൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ടിലേക്ക് വരുന്നുണ്ടായിരിക്കുക. 0th ഇൻപുട്ടിൽ എന്താണ് കണക്ട് ചെയ്തിട്ടുള്ളത്? സീറോസ് ആണ്. ഒരു n ബിറ്റ് സീറോസ് ആണ് ഇവിടെ മൾട്ടിപ്ലക്സറിന്റെ 0th ഇൻപുട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. Then the n bit adder will add the content of the register A and 0. That is, the content of the register A itself is available at the output of this adder. On the other hand, if the control line of the multiplexer is equal to 1, then the information which is available at the first input of the multiplexer will be transferred to its output. എന്താണ് ഈ ഒരു മൾട്ടിപ്ലക്സറിന്റെ ഫസ്റ്റ് ഇൻപുട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ രജിസ്റ്റർ മൾട്ടിപ്ലിക്കൻറ്റ്. ഒരു n ബിറ്റ് മൾട്ടിപ്ലിക്കൻ്റ് ആണ് ഈ ഒരു മൾട്ടിപ്ലക്സറിന്റെ ഫസ്റ്റ് ഇൻപുട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മൾട്ടിപ്ലക്സറിന്റെ കൺട്രോൾ ലൈൻ 1 ആവുന്ന സമയത്ത് മൾട്ടിപ്ലിക്കൻ്റ് ആയിരിക്കും ഈ ഒരു മൾട്ടിപ്ലക്സർ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആവുന്നത്. ആ ഒരു മൾട്ടിപ്ലിക്കൻ്റ് ആണ് n ബിറ്റ് ആഡറിലേക്ക് അവൈലബിൾ ആവുന്നത്. Okay, then the n bit adder will add the content of the register A and multiplicand and the sum will be available here, and if there is any carry it will be stored in the register C and the sum will be stored in the register A itself. Then ഈ ഒരു n ബിറ്റ് മൾട്ടിപ്ലയർ രജിസ്റ്ററിന്റെ LSB ബിറ്റ് ആണ് ഈ ഒരു മൾട്ടിപ്ലക്സറിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ ലൈൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. We know that the multiplier bit QI will be either 0 or 1. അതായത് നമ്മളൊരു n ബിറ്റ് മൾട്ടിപ്ലയർ ഈ ഒരു രജിസ്റ്ററിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു LSB ബിറ്റ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു LSB ബിറ്റ് എന്ന് പറയുന്നത് either it will be 0 or 1. If it is equal to 0, it will result in a no add operation. If it is equal to 1, it will result in a add operation. ഓക്കെ, അതായത് ഇത് 0 ആണ് വരുന്നതെങ്കിൽ ഈ ഒരു കൺട്രോൾ ലൈൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത് 0 എന്നുള്ളൊരു ഇൻപുട്ട് ആണ് മൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കുന്നുണ്ടായിരിക്കുക. ദ രജിസ്റ്റർ കണ്ടന്റ് A is added with 0 and the same register content is reloaded in the register A itself. Okay, on the other hand, if Q0 is equal to 1, then ഈ ഒരു 1 ആയിരിക്കും മൾട്ടിപ്ലക്സറിന്റെ കൺട്രോൾ ലൈനിൽ അവൈലബിൾ ആവുന്നുണ്ടായിരിക്കുക. Then the multiplexer will transfer the multiplicand to its output. That is, the multiplicand is available at one of the inputs of this parallel adder. Then this adder will add the content of register A and multiplicand and the sum will be stored in the register A. Okay, then after each addition operation there will be a
shift right operation. അതായത് this single bit C flip flop, this register A and this multiplier register will be considered as a combination. അതായത് നമുക്കറിയാം ഈ ഒരു മൾട്ടിപ്ലയർ രജിസ്റ്ററിനകത്ത് n ബിറ്റ് മൾട്ടിപ്ലയർ ആണ് ലോഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു രജിസ്റ്റർ എക്കകത്ത് ഇനീഷ്യലി 0 ആണ് ലോഡ് ചെയ്തിട്ടുള്ളത്. ദിസ് C ഇൻഡിക്കേറ്റ് എ സിംഗിൾ ബിറ്റ് രജിസ്റ്റർ and it is used for storing the carry of the addition. Okay, then ഈ മൂന്ന് രജിസ്റ്റേഴ്സും നമ്മൾ കമ്പൈൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആഫ്റ്റർ ദ അഡീഷൻ all these register content will be shifted towards the right as a single register. അതായത് ഒരു സിംഗിൾ രജിസ്റ്റർ പോലെ ഈ മൂന്ന് രജിസ്റ്ററിലെയും കണ്ടന്റ് കമ്പൈൻഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ടുവേർഡ്സ് ദ റൈറ്റ് ബൈ 1 പൊസിഷൻ. ഓക്കെ, ദെൻ ഒരു ഷിഫ്റ്റിംഗ് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു മൾട്ടിപ്ലയർ രജിസ്റ്ററിന്റെ LSB ബിറ്റ് എക്സിറ്റ് ആവുന്നുണ്ടായിരിക്കും. ഈ ഒരു രജിസ്റ്റർ എക്കകത്ത് സം ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു സമ്മിന്റെ LSB ബിറ്റ് ഈ ഒരു മൾട്ടിപ്ലയർ രജിസ്റ്ററിന്റെ MSB ബിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ക്യാരി ബിറ്റ് അഡീഷന്റെ റിസൾട്ട് ആയിട്ട് ഇവിടെ ഒരു ക്യാരി സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാരി ഈ ഒരു രജിസ്റ്റർ എയുടെ MSB പൊസിഷനിലോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമുക്കറിയാം രണ്ട് n ബിറ്റ് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ റിസൾട്ടിംഗ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് 2n ബിറ്റ്സ് ആയിരിക്കും. Then these two n bit registers are used for storing the 2n bit partial product. പാർഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2n ബിറ്റ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഫോർ മൾട്ടിപ്ലൈങ് 2n ബിറ്റ് നമ്പേഴ്സ് ദ സെയിം സർക്യൂട്ട് ഈസ് വർക്കിംഗ് ഫോർ n cycles and in each cycle either a 0 or the multiplicand will be added with the partial product which is available in the register A. Okay, and after each addition the register contents C, A and Q will be shifted towards the right by 1 position. n സൈക്കിൾസിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൾട്ടിപ്ലയർ രജിസ്റ്ററിനകത്ത് നമ്മൾ ഇനീഷ്യലി ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന മൾട്ടിപ്ലയറിന്റെ എല്ലാ ബിറ്റ്സും എക്സിറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇവിടെ വരുന്ന പാർഷ്യൽ പ്രോഡക്ട്സിന്റെ ബിറ്റ്സ് ആയിരിക്കും ഈ ഒരു മൾട്ടിപ്ലയർ രജിസ്റ്ററിനകത്ത് ഫൈനലി അവൈലബിൾ ആയിരിക്കുന്നുണ്ടായിരിക്കാം. And the higher n bits of the product will be available in the register A and the lower n bits of the product will be available in the register Q. ഓക്കെ, ടോട്ടലി ഒരു 2n ബിറ്റിന്റെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഈ രണ്ട് രജിസ്റ്ററിലും കമ്പൈൻഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്നുണ്ടായിരിക്കും ആഫ്റ്റർ n സൈക്കിൾസ്. ഓക്കെ, now let's see an example for the multiplication of two n bit numbers using this sequential multiplier circuit. Okay, here in this example we are multiplying two 4-bit numbers, that is the multiplicand is 1101 and multiplier is 1011. Okay, so in the circuit of the sequential multiplier there will be three 4-bit registers. The first register is the multiplicand register and the multiplicand will be stored in this 4-bit multiplicand register, and the second one is the 4-bit multiplier register and the 4-bit multiplier will be stored in that particular register, and again you can see a 4-bit register which is the register A, which is used to store the sum which is produced at the output of the adder. Okay, initially the content of the register A will be equal to 0. Okay, there is also a single bit register which is used for storing the carry of the addition, and initially the carry bit is also equal to 0. Okay, then നമുക്കറിയാം ഒരു സീക്വൻഷ്യൽ മൾട്ടിപ്ലയർ യൂസ് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റിപ്പീറ്റഡ് അഡീഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒരു n/n സീക്വൻഷ്യൽ മൾട്ടിപ്ലയർ സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സീ ദാറ്റ് ദ മൾട്ടിപ്ലിക്കൻറ്റ് വിൽ ബി റിപ്പീറ്റഡ്ലി ആഡഡ് വിത്ത് ദ കണ്ടന്റ് ഓഫ് ദ രജിസ്റ്റർ എ ഡിപ്പെൻഡിങ് ഓൺ ദ മൾട്ടിപ്ലയർ ബിറ്റ്, and the multiplication is completed after n cycles of addition. അതായത് ഒരു 4/4 ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ there will be 4 cycles of addition. After that 4 cycles of addition we will get the product. Okay, then ഇവിടെ നമ്മളൊരു 4/4 മൾട്ടിപ്ലിക്കേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. സോ ദർ വിൽ ബി 4 സൈക്കിൾസ്. ഓരോ സൈക്കിളിനകത്തും ദർ വിൽ ബി എ ആഡ് ഓർ നോ ആഡ് ഓപ്പറേഷൻ ആൻഡ് എ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ. ഓക്കെ, ഇവിടെ ഈ ഒരു എക്സാമ്പിളിനകത്ത് രണ്ട് 4-bit നമ്പേഴ്സ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വി വിൽ ഗെറ്റ് ദ ഫൈനൽ പ്രോഡക്റ്റ് ആഫ്റ്റർ 4 cycles of operation. Then let's see how the operation will be performed. Okay, initially the circuit will check for the bit which is available in the LSB bit position of the multiplier. Okay, ഈ ഒരു മൾട്ടിപ്ലയറിന്റെ ഈ ഒരു ബിറ്റ് പൊസിഷനിൽ 1 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ an addition and shift operation has to be performed. നമുക്കറിയാം ഈ ഒരു മൾട്ടിപ്ലയർ രജിസ്റ്ററിന്റെ LSB ബിറ്റ് പൊസിഷൻ ഒരു കൺട്രോളിംഗ് ആക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 an addition and shift operation will be performed. If it is equal to 0 no add and shift operation will be performed. Okay, initially ഈ ഒരു ബിറ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത് 1 ആണ്. So the multiplexer control line will be equal to 1 and this multiplexer will transfer the information which is available at its first input to the output. ഈ ഒരു ഫസ്റ്റ് ഇൻപുട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്? മൾട്ടിപ്ലിക്കൻ്റ് ആണ്. Okay, so since this bit is equal to 1 the multiplicand will be available at the input of the adder.
the another input of the adder is equal to the content of the register A. Initially register A യിലെ content 0 ആണ്. This adder will add the content of the register A along with this multiplicand. Okay, that is multiplicand plus 0 ആയിരിക്കും അവിടെ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക along with a carry in 0. Okay, so sum എന്ന് പറയുന്നത് it will be equal to multiplicand itself because multiplicand plus 0 plus 0 that is equal to the multiplicand itself. Okay, so this sum or multiplicand will be loaded in the register A. Also in this first addition the carry will be equal to 0, so the C bit will be equal to 0. Okay, that is the register contents are modified such that C is equal to 0, register A is equal to multiplicand, and the multiplier register will be remain as it is. Okay, that is shown here, that is C is equal to 0. The content of the register A is modified with the sum output of the adder, and the Q is remaining as it is, that is there is no change in Q. Okay, then after this addition operation a right shift operation is performed such that all these registers are considered as a single register and its content will be shifted towards the right by one position. അതായത് ഈ മൂന്ന് രജിസ്റ്റേഴ്സ് സി എ ആൻഡ് ക്യൂ രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ രജിസ്റ്റർ പോലെ കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് എല്ലാ ബിറ്റ്സും ഒരു ബിറ്റ് പൊസിഷൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ, ദിസ് ബിറ്റ് ദറ്റ് ഈസ് ദ LSB ബിറ്റ് ഓഫ് ദ മൾട്ടിപ്ലയർ രജിസ്റ്റർ വിൽ ബി എക്സിറ്റ്. ഈ ഒരു ബിറ്റ് ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള 1 എന്ന് പറയുന്ന ബിറ്റാണ് ഈ ഒരു LSB ബിറ്റ് പൊസിഷനിലോട്ട് വന്നിട്ടുള്ളത്. Okay, also this 0 is moved to the next position, this 1 is moved to the next position. Okay, also the LSB of this A register is shifted to the MSB position of this multiplier. Okay, അതുപോലെ തന്നെ ഈ ഒരു ക്യാരി ബിറ്റ് എന്ന് പറയുന്നത് A രജിസ്റ്ററിൻ്റെ MSB ബിറ്റ് പൊസിഷനിലും അവൈലബിൾ ആയിരിക്കും. Okay, then this carry bit will be vacant and it is automatically refilled by a 0. Okay, that is we have performed an add and shift operation because the bit that was available in the LSB bit position of the multiplier was 1. Okay, so we have completed the first cycle. Before the second cycle the circuit will again check for the LSB bit position of the multiplier register. It is again is equal to 1, so an add and shift operation has to be performed. The addition is performed such that the n bit adder will add the content of the register A with the multiplicand. Okay, and here you can see that the content of the register A is 0110 and this 0110 is added with the multiplicand. Okay, whenever we are adding 0110 plus 1101 we will get a 0011 along with a carry 1. ഓക്കെ, അതായത് ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് 0110 പ്ലസ് 1101 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് 0011 ആയിരിക്കും ആൻഡ് ദർ വിൽ ബി എ ക്യാരി 1. ഓക്കെ, സോ ദ ക്യാരി ബിറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ക്യാരി രജിസ്റ്റർ ആൻഡ് ദ സം ഔട്ട്പുട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ എ രജിസ്റ്റർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്യാരി രജിസ്റ്ററും എ രജിസ്റ്ററും മോഡിഫൈ ആയിട്ടുണ്ട് ആഫ്റ്റർ ദ അഡീഷൻ, ബട്ട് ദ മൾട്ടിപ്ലയർ രജിസ്റ്റർ ഈസ് റിമൈനിങ് ആസ് ഇറ്റ് ഈസ്. Okay, there is no change in the content of multiplier register. Okay, then after the addition operation it will perform a right shift operation by one position. Okay, then C, A and Q registers combined ആയിട്ട് ഒരു സിംഗിൾ രജിസ്റ്റർ പോലെ റൈറ്റിലോട്ട് ഒരു പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഈ ഒരു LSB ബിറ്റ് പൊസിഷനിൽ വരുന്ന 1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലോസ്റ്റ്. Okay, then C is again refilled with a 0. Okay, എല്ലാ ബിറ്റ്സും റൈറ്റിലോട്ട് ഒരു ബിറ്റ് പൊസിഷൻ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. Okay, that is we have completed the second cycle of operation. Okay, then before starting the third cycle the circuit will check for the LSB bit position of multiplier register. It is equal to 0. So no addition and shift operation will be performed here. Okay, no addition, that is the adder will add the content of the register A with 0. So the sum will be the same as the content of register A itself. അതായത് നമുക്ക് ഇവിടെ ഒരു നോ ആഡ് ഓപ്പറേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കാം, ഇവിടെ നമുക്കൊരു 0 വരുന്ന സമയത്ത് ഈ ഒരു മൾട്ടിപ്ലയറിന്റെ LSB ബിറ്റിൽ ഒരു 0 വരുന്ന സമയത്ത് the multiplexer will supply the zeros to the input of adder. So this adder will add the content of register with 0. So the output will be the content of register A itself. There is no change in the content of register. The same value will be reloaded in the register A and there will not be any carry. Okay, so the content of the register C, A and Q will be remain as it is because the controlling bit of the multiplier was 0 and there is no addition is performed. Okay, so here you can see that the previous value of C,
A and Q are remained as it is. Okay, അതിനകത്ത് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. നെക്സ്റ്റ് ഇറ്റ് വിൽ പെർഫോം എ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ബൈ വൺ പൊസിഷൻ. ഓക്കെ, അതായത് ആസ് ഇൻ ദ പ്രീവിയസ് കേസ് ഓൾ ദീസ് രജിസ്റ്റർ കണ്ടൻസ് ആർ ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ റൈറ്റ് ബൈ വൺ പൊസിഷൻ ആസ് എ സിംഗിൾ രജിസ്റ്റർ. ഓക്കെ, then this 0 will be exit and this carry will be reloaded with a new 0. Okay, so we have completed the third cycle. Then before moving into the next cycle, the circuit will again check for the LSB bit position. Okay, then the LSB bit is equal to 1, so it has to perform an add and shift operation. The circuit will add the content of the register A with the multiplicand, that is 0100 is the content of register A. It is added with the multiplicand 1101. Okay, whenever we are adding these two numbers, we will get a sum of 0001 which is stored in the register A, and there will be a carry out of the addition, so the carry bit will be stored in the carry register. So the carry register is modified, it is equal to 1. A register is also modified, it is equal to 0001, and the Q register is remaining as it is. Okay, after the addition is performed, the circuit will perform the shift operation as in the previous case. So all the bits of these three registers will be shifted towards the right by one position as a single register. Okay, then the modified value of the registers will be like this. Okay, finally we have completed all the cycles, that is we are multiplying two 4-bit numbers, so the circuit will perform 4 cycles of operation, and finally the content of the register A and the content of the register Q will act as the final product. That is, the higher 4-bit of the product will be available in the A register and the lower 4-bit of the product will be available in the Q register. So the final product of multiplying 1101 into 1011 will be equal to 10001111. Okay, that's all about the sequential multiplier circuit. Thank you.